ഹായ് ഗായ്സ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ കസിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴുള്ളൊരു ബഹളമാണിത്. ഹൈ വോളിയത്തിൽ ടി വിയും വെച്ച് കൊച്ചു ടി വിയും വെച്ചിട്ട് രണ്ടും കൂടെ ഇരുന്നു. ഒരാൾ സൈക്കിളൊക്കെ ഇട്ടിട്ട് കൊച്ചു ടി വിയിൽ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം തുടങ്ങിയപ്പോഴേക്കും അവിടെ ഇരുന്നു. സന്ധ്യയായി തുടങ്ങിയപ്പോൾ കട്ടൻ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കട്ടൻ ഇട്ടുകൊണ്ടിരിക്കാതെ ഹസ്ബൻഡ് വന്ന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പോൾ എനിക്ക് ഏലക്ക ഇട്ടിട്ടുള്ള കട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് ഞാൻ എപ്പോഴും വാങ്ങി വെക്കാറുള്ളൂ. കാരണം ഒത്തിരി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് മണം പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ പൊടിച്ച് വെക്കാറുമില്ല. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അതനുസരിച്ച് വാങ്ങുക ചെയ്യാറ്. അത് ക്രഷ് ചെയ്ത് ചായയിലേക്കിട്ട് ചായപ്പൊടി ഇട്ടു, ചായയാക്കി. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. സന്ധ്യയായപ്പോഴേക്കും ഇവിടെ നല്ല വ്യൂ ആണ്. കാരണം പുറകിൽ ഒരു പാടമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. അങ്ങനെ നിൽക്കുമ്പോഴേക്ക് ബാങ്ക് വിളിച്ചപ്പോൾ ഞാനിപ്പോൾ തലേന്ന് ദോശമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം രാത്രിയെന്ന് കരുതി. ഒരു ഫിഷ് ഫ്രൈയും ചെയ്യാം എന്ന് കരുതി. അങ്ങനെ നിസ്കരിച്ചു. ബാങ്ക് വിളിച്ചപ്പോഴേക്ക് ഖുർആനൊക്കെ ഓതി കഴിഞ്ഞപ്പം ഓഫീസിലെ കുറച്ച് കണക്കും കാര്യങ്ങളും വീട് പണിയുടെയൊക്കെ കണക്ക് എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ എഴുതി എല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറി ദോശ ചുടുക എന്നുള്ള യത്നവുമായിട്ട് അങ്ങനെ ദോശ ചുട്ടു. ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നും അര ഗ്ലാസ് ചോറും അര സ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ട് കുതിർത്തി വെച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യാറ്. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചിട്ട് അരച്ചെടുത്ത് പിറ്റേന്ന് ചുടുകയാണ് ചെയ്യുന്നത്. ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് ചുടും. അങ്ങനെയാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് വരാം. ഓക്കെ.